വെടക്കച്ചനും ചോരുന്ന നിലപാടുകളും. പ്രിയമുള്ളവരെ, തൻ്റെ എടുക്കാൻ വയ്യാത്ത നിലപാടുകളുമായി നമ്മുടെ വെടക്കച്ചൻ അങ്ങനെ നിൽക്കുകയാണ്. വെടക്കാക്കി തനിക്കാക്കുന്ന വെടക്കച്ചൻ തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊഴുകി പോകുന്നത് മാത്രം അറിയുന്നില്ല. വെള്ളാപ്പള്ളി ഉറപ്പിച്ച് പറയുന്നു അടുത്തത് LDF വരും, പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന്. ഇപ്പോഴിതാ NSS സുകുമാരൻ നായരും പറയുന്നു. ആ ഇടതുപക്ഷത്തോട്ട് ചായുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോഴും വെടക്കച്ചൻ പറയുന്നത് നിലപാട് ഞങ്ങളുടെ ശക്തമായ നിലപാടാണ്, ഞങ്ങൾ സമുദായ നേതാക്കന്മാരുടെ ഒന്നും തിണ്ണനിറങ്ങാൻ പോകില്ല, അവരങ്ങനെയൊക്കെ പറയും എന്ന്. അതേസമയം ഇങ്ങനെ നിലപാടും തൂക്കിപ്പിടിച്ച് നമ്മുടെ വടക്കച്ചൻ നിൽക്കുമ്പോൾ പിന്നാമ്പുറത്തൂടെ ഓരോ നേതാക്കന്മാർ ഓരോ തരത്തിൽ പോവുകയാണ്. PJ കുര്യൻ NSS ആസ്ഥാനത്ത് പമ്മിച്ചെന്നു. നമ്മുടെ സമദൂര സിദ്ധാന്തത്തിൽ വല്ല മാറ്റം വന്നോ എന്നറിയാൻ വേണ്ടിയാണ് വന്നത് എന്നും പറഞ്ഞായിരുന്നു പെരുന്ന ആസ്ഥാന മന്ദിരത്ത് എത്തിയത്. PJ കുര്യൻ ആയതുകൊണ്ട് സുകുമാരൻ നായർ ഒന്നും പറഞ്ഞില്ല, സ്വീകരിച്ചിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിട്ടു എന്നാണ് അറിയുന്നത്. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ തിരുവഞ്ചൂരും പോയി സമദൂര സിദ്ധാന്തത്തിൽ വല്ലോ മാറ്റമോ നീക്കുപോക്കോ വല്ലതും വന്നോ എന്നറിയുവാൻ. അദ്ദേഹം പറയുന്നു സമദൂര സിദ്ധാന്തത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, പേടിക്കാനൊന്നുമില്ല എന്ന്. അപ്പോഴും കേക്കച്ചൻ ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കാണുവാൻ സാധിച്ചത്. തൻ്റെ നിലപാടും പിടിച്ച് കേക്കച്ചൻ നിൽക്കുമ്പോൾ മറ്റുള്ള UDF നേതാക്കളെല്ലാം തന്നെ രാഹുൽ വിഷയത്തിൽ വളരെ മൃദുവാർന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കേക്കച്ചൻ ഇപ്പോഴും അത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന നിലപാടിൽ നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് i2 ന്യൂസ് ആരംഭിച്ച മിഷൻ 60യുടെ 35ാം ദിനത്തിൽ ഇന്നും ലോകമെമ്പാടും ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്കച്ചൻ എത്രയും വേഗം രാജിവെച്ച് മാറണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ മിഷൻ 60യുടെ 35ാം ദിനത്തിലും ജനങ്ങൾ ശക്തമായി പറയുന്നു, ഈ കേക്കച്ചനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ ശ്രമിച്ചാൽ കനത്ത പരാജയം ഏറ്റുവാങ്ങും. ഇപ്പോഴിതാ സമുദായ നേതാക്കന്മാരെല്ലാം LDFിലേക്ക് ചായുന്നു. കോൺഗ്രസ് പ്രവർത്തകരെല്ലാം മനം മടുത്ത് ഒന്നെങ്കിൽ വോട്ട് ചെയ്യാൻ പോകില്ല, അല്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യും, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന നിലപാടിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോ ദിവസവും നിൽക്കുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കേക്കച്ചനെ മാറ്റി പാർട്ടിയെ രക്ഷിക്കൂ എന്ന മുറവിളി ശക്തമായി മുഴങ്ങുകയാണ്. മിഷൻ 60യുടെ 35ാം ദിനമായി ഇന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കേട്ടില്ലേ നിങ്ങളൊക്കെ ഈ ന്യൂസുകൾ, ഇന്നത്തെ ന്യൂസുകളിലെ സംസാരം കേട്ടില്ലേ? ശബരിമലയിലെ സ്വർണം കിൻഡൽ കണക്കിന് കൊണ്ടുപോയതാ. അതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ മനുഷ്യനെ ശ്രദ്ധ തിരിച്ചുവിട്ട് കോടാനുകൂടി അടിച്ചു മാറ്റുകയാണ് ഇവന്മാരുടെ പരിപാടി. പിണറായിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു അംശം ദുബൈ ചെന്നവൻ്റെ മോൻ്റെ കൊണ്ട് കൊടുത്തേച്ച് വരും. ഇതാണ് നടക്കുന്ന സംഭവം മുഴുവനും. ഏതെങ്കിലും ഒരു അനർത്ഥ സംഭവം എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ കോടികൾ മറിഞ്ഞു പോകുന്നുണ്ടെന്ന് ചിന്തിച്ചോണം. മിസ്റ്റർ CM രാജേന്ദ്രൻ അങ്ങയുടെ ഈ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ ആ കാര്യങ്ങൾ അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. വാട്ട് എവർ ഹി സെഡ് ഇസ് കറക്റ്റ്. എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ്, അല്ലാതെ മറ്റൊരു ഒരു തെറ്റുമില്ല. 100% കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുനിലിൻ്റെ പരിശ്രമം ഇത്രയും നാൾ വിജയിച്ചു, വളരെ താങ്ക്സ് ഉണ്ട്. അതുകൂടാതെ ദയവ് ചെയ്ത് സുനിലിൻ്റെ പരിശ്രമം ഒന്നുകൂടി ഈ VD സതീശനെ ഈ പാർട്ടിയിൽ നിന്ന് പിടിച്ചിറക്കി വിടണം. എന്നാൽ മാത്രമേ ഈ കോൺഗ്രസ് പാർട്ടി വിജയിക്കത്തുള്ളൂ. VD സതീശനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ വളരെ ഈ കുലം കുത്തിയാണ് ആള്. സ്വന്തം കുടുംബത്തിൽ തന്നെ നാശം ഉണ്ടാക്കുന്നതിനാണ് അത്. ഈ പറഞ്ഞ മിസ്റ്റർ രാജേന്ദ്രൻ പറഞ്ഞ മാതിരി ഉമ്മൻചാണ്ടിയുടെ ഭരണം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നതിന് പറഞ്ഞ അപ്പോഴത്തന്നെ അവന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചവനാണ്. ഒരു കാരണവശാലും ഇനി VD സതീശനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കോൺഗ്രസ്സുകാർ ശ്രമിക്കരുത്. ഞങ്ങളൊക്കെ ഞാൻ 1-2 പ്രാവശ്യം സുനിലിൻ്റെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഞാനും 80 വയസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഏതെങ്കിലും ഒരു പോറലേക്കുന്നെങ്കിൽ വളരെ വളരെ നമുക്ക് ദുഃഖമുണ്ട്. അതുകൂടാതെ ഷാഫി പറമ്പിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മന്, ഈ ജിൻഡോ ജോണ്, BRM ഷെരീഫ്, ഇങ്ങനെയുള്ള ഇവരെയുള്ള പാർട്ടി വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഈ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സതീശനെയും ചെന്നിത്തല എന്ത് ചെയ്തു അദ്ദേഹം മിസ്റ്റർ രാജേന്ദ്രൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത് ചെയ്തു അവർ? ഒരു ദിവസവും മുന്നിൽ നിന്നൊരു ഒരു 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 സമരം നയിക്കുകയോ ഒരു ഭരണപക്ഷത്തിന് ഒരു എതിർപ്പ് കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇവർ? നേരെ മറിച്ച് തെരുവിൽ കിടന്ന് തല്ലുകൊണ്ട പിള്ളേരൊക്കെയാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? അവരുടെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളൊക്കെ രോമാഞ്ചം ഉണ്ടാകുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ ഒരു ശതമാനം പോലും ഒരു കള്ളത്തരവോ ഇല്ലായ്മയോ ഇല്ല അതിനകത്ത്. എല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മിസ്റ്റർ സുനിലിൻ്റെ ഒരു ചാനൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടും AICC അറിയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുള്ള ആളുമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയിലും AICCയിലും വിവരം എത്തിച്ച് ഈ ചെന്നിത്തലയും ഈ VD സതീശനെയും ദയവ് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ പാർട്ടിയിൽ സ്ത്രീകൾ വോട്ട് ചെയ്താൽ മതി. അമ്മമാർ വോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു കേട്ടില്ലേ? രാഹുലിൻ്റെയും ഷാഫിയുടെയും കാര്യത്തിൽ അമ്മമാർ അലമ്പറയിട്ടല്ലേ അവരെ യഥാർത്ഥത്തിൽ ഇത് കണ്ടുപോലും കാണത്തില്ല. അവരുടെ പെർഫോമൻസ് കണ്ടു മാത്രം അറിവുള്ളവരാണ് ഈ പറഞ്ഞ ചാനലിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ദയവ് ചെയ്ത് അതുകൊണ്ട് സുനിലിൻ്റെ പരിശ്രമം ഈ VD സതീശനെയും ചെന്നിത്തലയെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ട് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് കൂടെ ചെയ്തു മൂലം അറിയിക്കുകയാണ്. വളരെ സന്തോഷം സുനിലെ, വളരെ സന്തോഷം സുനിലെ. രാഹുലിനെ ഒതുക്കിയത് കരുണാകരനെ ഒതുക്കിയ പോലെ എന്നുള്ള ആ ന്യൂസ്, ആ വീഡിയോ ഞാനിപ്പം സാറിൻ്റെ ആ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സങ്കടം തോന്നുന്നു സാർ. ഇവരൊക്കെ എന്താ ഇങ്ങനെ? സാറിനൊക്കെ ഉള്ള അത്രേ പോലും ആത്മാർത്ഥത ഈ പാർട്ടീൻ്റെ ഉപ്പും ചോറും തിന്നുന്ന ഇവർക്ക് ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ എത്ര കാലങ്ങളായി ശമ്പളവും പിന്നെ പെൻഷനും വാങ്ങുന്നു. MLA പെൻഷൻ, MP പെൻഷൻ എന്നും പറഞ്ഞ മാതിരി ഇവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും വാരിക്കൂട്ടി എങ്ങോട്ടുണ്ടാക്കുക? മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ ആരും കൊണ്ടുപോകുന്നുണ്ടോ? എന്തിനാണ് ഇവരിങ്ങനെ? നമ്മളെ ഈ നാട്ടിൽ ഇതുപോലെ ഈ സുനാമി വന്ന്, പ്രളയം വന്ന്, ഓഖി വന്ന്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ ആര് കൊണ്ടുപോകും? എന്തെങ്കിലും ഉണ്ടോ? മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ എത്രയോ പണക്കാരില്ലായിരുന്നോ? അവരൊക്കെ കൂട്ടി വെച്ച സ്വർണവും സ്ഥലവും പിന്നെ ഇതൊക്കെ ആര് കൊണ്ടുപോയി? ഓല് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയോ? ബോഡി തന്നെ കിട്ടിയിട്ടില്ലേ? ഇതൊക്കെ ആലോചിച്ചാൽ ഇവർക്ക് അറിഞ്ഞൂടെ എന്തിനാ ഇവരിങ്ങനെ തമ്മിലടിക്കുന്നത്? ഇവരെന്തിനാണ് ഇങ്ങനെ? മനുഷ്യന് എന്തോ ഒരു ടെൻഷനാവുക. എന്തോ ഒരു ഇതുവരെ ടെൻഷൻ. ഇനി ഇവൻ്റെ കാര്യം വന്ന്, രാഹുലിൻ്റെ കാര്യം വന്നിട്ട് അതേലും പാലക്കാട് വന്ന് അവന് പിന്നെ പാർലമെൻറ്റിൽ പോയി. എന്നാലും പിന്നെയുണ്ടല്ലോ കാര്യങ്ങൾ. ഇവനെ അവനെ എടുത്ത ആ സ്ഥാനം അവനെ തിരിച്ചേൽപ്പിച്ചിട്ട് അവനെ വീണ്ടും പാർട്ടിയിൽ സജീവമാവാൻ അവർ പറയണ്ടേ? എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഇവരെന്താ ഇങ്ങനെ? ഇവർക്ക് വേണ്ടത് അതുകൊണ്ട് സാറ് ഇതിന് ശക്തമായി ഭാഷയിൽ സാറ് പറയുന്നുണ്ട്. സാറിന് കട്ട സപ്പോർട്ടാണ് ഞങ്ങൾ. എല്ലാവിധ ആയുസ്സും ആരോഗ്യവും. സാറിനൊക്കെ നല്ല ഭീഷണി ഉണ്ടാവും കേട്ടോ. ജീവന് വരെ ഭീഷണി ഉണ്ടാവും. CPM അടങ്ങിക്കൊന്നുമില്ല. അതുകൊണ്ട് സാറ് ശ്രദ്ധിക്കണം. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ തന്നെ ചിലപ്പോൾ മറ്റവരെ കൊണ്ട് ചെയ്യിച്ചുകൂടായി ഇല്ല. അതുകൊണ്ട് സാറ് ശ്രദ്ധിക്കണം. എന്നാലും ശക്തമായിട്ട് പറയണം. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരുണ്ട്. കട്ടക്ക്. ചേട്ടാ നമസ്കാരം. ഇപ്പം ഒരു BJPയുടെ ഒരു തന്നെ വന്ന് വാർത്താ സമ്മേളനത്തിൽ കൂടെ പരസ്യമായിട്ട് പറയാ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് നിറയൊഴിക്കുമെന്ന്, ഹോള് വീഴുമെന്ന് പറഞ്ഞ എല്ലാരും കേട്ടാണല്ലോ. അതിന് പ്രതിഷേധിച്ച് ഈ സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഇവൻ എന്തോ ഉണ്ടാക്കാനാ നിൽക്കുന്ന ഇവൻ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്ന്. അവൻ എന്ത് എതിർക്കുന്നേ? അവൻ വേറെ വല്ലോടും പോയിരുന്ന് എതിർക്കുമായിരിക്കും. ഈ ആണും പെണ്ണും കേട്ട ഈ പട്ടിയെ പിടിച്ച് പുറത്ത് കളയാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിയത്തില്ലെങ്കിലേ പിന്നെ എന്തിനാ അയാളെ പറയണം?
ഒരു നല്ല ഒരുത്തിനെ പുറത്താക്കിയിട്ട് അയാൾ മൈൻഡ് ആക്കിയില്ലയോ? അയാളും കാര്യങ്ങൾക്കൊക്കെ അറിയാലോ, അയാൾക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. കേസ് എങ്ങനെ പോയി, എങ്ങോട്ട് പോയെന്നൊക്കെ ഒരു കേസും ഇല്ലെന്ന് അറിയാലോ. എന്താ പറയാ, യുവമാര് പറയുന്നതും കേട്ടല്ലേ അവന് നിൽക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഈ സതീശൻ എന്ന് പറഞ്ഞ ഈ പട്ടി, ഈ ഈ മരത്തലയും പട്ടി പറയുന്ന കേട്ടിട്ടില്ലേ അവനെ മാറ്റി എടുത്തേക്കുന്നേ ഇല്ലയോ? എന്ത് കാരണത്താലാണ് ഇവനെ ഈ മാങ്കൂട്ടത്തന്നെ മാറ്റി നിർത്തേക്കുന്നേ? എന്ത് കാര്യമുണ്ട്? ഇത്രയും നാളായില്ലേ, ഒരു മാസത്തിൽ പുറത്തായി. ഇന്ന് വരയ്ക്ക് ഒരു തീരുമാനത്തെ അടുപ്പിച്ചോ? അല്ല, അടുത്ത ഈ ഇലക്ഷന് ഇവനെ മാറ്റണമെന്നുള്ളൊരു, ഇവനെയും ഷാബിയും ഈ മാങ്കൂട്ടത്തിനെയും ഷാബിയും എങ്ങനെയും പുറത്താക്കണമെന്ന് ഈ സതീശൻ തന്നെ തീരുമാനിച്ചിട്ട് ഒരു ഐഡിയ ആണിത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ രാഹുലും ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്, അമ്മയുണ്ട്, സോണിയാഗാന്ധി വരെ ഉണ്ട് കേരളത്തില്. എന്നിട്ട് അവർ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അവരെടുക്കത്തില്ലെന്ന്. അവരെങ്ങനെ എടുക്കും? യുവമാരെ വാക്ക് കേട്ടോണ്ടിരിക്കുന്ന കൂട്ടത്തിലില്ലയോ? അവരെടുക്കത്തില്ല. പിന്നെ മറ്റുള്ളവരോട് നടക്കുകയോ? അവന്മാർക്കൊരു ചലനമില്ല. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം ഇതാന്നും പറഞ്ഞിരിക്കുന്ന ഒരു വെടി സതീശനാണ് അവൻ. ഒരു മരപ്പട്ടി സതീശൻ. നമ്മളെന്താ പറയുന്നത്? ഇപ്പൊ ഒരു രാജീവ് അല്ല, ഇദ്ദേഹത്തിനെ കൊല്ലൂന്ന്, വെടിവെച്ച് കൊല്ലൂന്ന് പറഞ്ഞൊക്കെ അവന് എന്ത് പ്രതിഷേധം? അവന്റെ മുഖത്തിന് എന്തോ പവർ. അവൻ പറഞ്ഞത് ഞങ്ങളെ പ്രതിഷേധിക്കും. എവിടെ പ്രതിഷേധിക്കുന്നാ അവൻ പറയുന്നേ? ഇതൊന്നും നടക്കത്തില്ല. ഇതൊന്നും നടന്നു പോകുന്ന കേസൊന്നുമല്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വരെ പുറത്താക്കിയിട്ട് ഒരു തീരുമാനം ഒരുത്തനും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലയോ? ഉണ്ടാക്കിയോ? പിന്നെ എന്തിനാ ഇവനെ ഇത് പറയുന്നേ? ഈ നായ്ക്കളൊക്കെ പോയി ചാവട്ടെന്ന്. ഇവനൊക്കെ വോട്ടും ചെയ്യേണ്ട, ഇവനൊക്കെ വേണ്ടി സപ്പോർട്ടും ചെയ്യേണ്ട കാര്യമില്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് പറ, വേറെ വല്ലോ ഒന്നി സ്വതന്ത്രനായിട്ട് ഇരിക്കാൻ പറ, അല്ലെ വേറെ വല്ല പാർട്ടിയിലും പോയി കയറാൻ പറ. അല്ല ഇതിനകത്ത് അടിച്ചു ഇങ്ങനെ നടക്കാതെ. വേറെ പാർട്ടി കയറിയാലേ ഇവന്മാരുടെ അടുത്ത് വെല്ലുവിളിക്കാൻ പറ്റത്തുള്ളൂ, ഈ സതീശനെ വെല്ലുവിളിക്കാൻ പറ്റത്തുള്ളൂ. അറിയാവോ? ഇതൊന്നും ഇല്ലാതെ അവിടെ കടിച്ചു കിടക്കുക. കടിച്ചു കിടന്നിട്ട് വീണ്ടും കോൺഗ്രസ്സുകാർ നന്നാക്കാൻ നോക്കുക. എവിടെ അവന്മാര് നന്നാവത്തില്ല. ഇവന്മാര് പിണറായിയുടെ വലം കൈയായിട്ട് ഇരിക്കുന്ന സതീശൻ എങ്ങനെ നന്നാക്കുന്നത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ കൂടെ ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊന്നുമില്ല. ആ പാവപ്പെട്ട പയ്യനെ ഇട്ട് അങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുക. ഈ തട്ടാനായിട്ട് നിന്നുകൊടുക്കുന്നതിനാ, മറ്റുള്ളവന്മാർ തട്ടാനായിട്ട് നിന്നുകൊടുക്കുന്നതിനാ. രാജിവെച്ച് ഇറങ്ങി പോണം. അത് അന്തക്കിറക്കാത്തവനെ ആ രാജിവെച്ചിട്ട് പോവാന്നും പറഞ്ഞ് ആ സതീശന്റെ മുഖത്തൊക്കെ വെല്ലുവിളിച്ചിട്ട് പോണം. ഇതിനും വേണ്ടിയൊക്കെ പ്രേമിക്കേണ്ട കാര്യമുണ്ടോ ഈ പാർട്ടിയെ? ഇങ്ങോട്ടുണ്ടേ അങ്ങോട്ട്, ഇല്ലയോ? അത്രേ ഉള്ളു. ഇങ്ങോട്ടുണ്ടേ അങ്ങോട്ട് നന്ദി കാണിക്കുക, അത്രേ ഉള്ളു. ഇങ്ങോട്ട് എതിർത്ത് കാണിച്ചാൽ ഇങ്ങോട്ട് എന്താടാന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള കൽസ് അയാൾക്ക് ഉണ്ടല്ലോ. പിന്നെ എന്താ അയാൾ മിണ്ടായിരിക്കുന്നത്? എന്തിനാ ഇതിനു വേണ്ടി നാണം കട നടക്കുന്നത്? നാണം കട നടക്കുന്നത് എന്തിനാ? ഒരു കാര്യമില്ല. ഞാൻ നോക്കണൊക്കെ. ഞാൻ വിദേശത്ത് നിന്ന് സംസാരിക്കാം. എൻ്റെ പേര് ജോയ്. ഞാൻ ഈ ധാരാളം ആളുകളുടെ പ്രതികരണങ്ങൾ എല്ലാം നിങ്ങളുടെ ചാനലിൽ കൂടെ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസ്സിലെ ഈ ഹൈക്കമാൻഡിലായാലും കേരളത്തിലെ നേതൃത്വത്തിലായാലും ഉള്ള മുതുവാഴകൾ യവന്മാരെ കൊണ്ടൊന്നും യാതൊന്നും ഒരു പ്രയോജനമില്ല. യുവമാരെ കൊണ്ട് കേരളത്തിനോ ഈ പാർട്ടിക്കോ പണ്ട് മുതലേ ഉള്ള ഈ ഗ്രൂപ്പും തമ്മിലടിയും അധികാരമോഹികളും ആയിട്ടുള്ള ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സത്യത്തിൽ ജനത്തെ പ്രതിനിധീകരിക്കാനോ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ ഒന്നുമുള്ള യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തവന്മാരാണ് യുവമാർ. ഒരിക്കലും ഗുണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ. പക്ഷേ ഈ അധികാരമോഹികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയാളെ ഒതുക്കാൻ വേണ്ടി ഇവൻ കുറെ കാലമായിട്ട് ഒരു അവസരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചതിയൻ സതീശൻ. അപ്പോൾ അവനൊരു വീണ് കിട്ടിയ ഒരു അവസരം അങ്ങ് മുതലാക്കി, അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു അവസരവും മുതലാക്കി അവനെ എടുത്ത് കരുവേപ്പില പോലെ എടുത്ത് കളയാമെന്ന് ഉള്ള ഒരു ചിന്താഗതിയായിരുന്നു അവന്. ഇപ്പോൾ ഒന്നും വയ്യാത്ത സ്ഥിതിയിൽ ഇപ്പോൾ ആയിരിക്കുക.
ഈ കേരളത്തിലുള്ള മുതുവാഴകൾ ഇവന്മാർ മാറി നിൽക്കാതെ ഈ പാർട്ടി രക്ഷപ്പെടത്തില്ല. ജനങ്ങൾക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഹൈക്കമാൻഡിലെ രാഹുൽ ഗാന്ധി കുടുംബത്തെ ഇവന്മാർ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഈ വാഴകൾ, ഈ മുതുകളവന്മാർ, ഈ വൃത്തികെട്ടവന്മാർ പറയുന്നതാണ് ആ കുടുംബം കേൾക്കുന്നത്. സത്യസന്ധമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും കേരളത്തിലൊരു നല്ല ഭരണം വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെല്ലാം നിരാശയായിട്ട് ആയിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അവന് മനഃപൂർവ്വം യുവമാരെക്കാളും എല്ലാം നല്ല പെർഫോമൻസാണ് അവൻ കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാക്കി നല്ല ജനപിന്തുണയും ഒക്കെ ഇവന് കിട്ടുന്നു എന്നറിഞ്ഞിട്ട് കുറേ കാലം കൊണ്ട് നോട്ടം വെച്ചിരിക്കുകയായിരുന്നു അവന്മാർ. ഇപ്പം ഈ നല്ല ഒരു ഭരണം ആഗ്രഹിക്കുന്ന, സത്യസന്ധമായിട്ട് ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെയും അല്ല പൊതുജനങ്ങൾ, ഇപ്പം ഈ വിഷയം വന്നതിന് ശേഷം മറ്റു പാർട്ടികളിലുള്ള ആളുകൾക്കും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും കോൺഗ്രസിനോടും ഒരു ചായ്വ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വോട്ടായി മാറാനും സാധ്യതയുണ്ട്. പക്ഷേ അതെല്ലാം ഈ മുതുകളവന്മാർ, ഈ വാഴകൾ ഇവന്മാർ തല്ലിക്കെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഗ്രസ് പാർട്ടിയിലും ഇനിയിപ്പോൾ ഈ അധികാരം മാറിയിട്ട് കോൺഗ്രസ് പാർട്ടി വന്നാൽ തന്നെ ഈ 6 ലക്ഷം കോടി പൊതുക്കടമാക്കി വെച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ജനം മടുത്ത് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് ഈ പരമനാറി ഇവിടെ ഈ ഭരണം ഒന്ന് മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ ഈസി ആയിട്ട് ഇവന്മാർ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയെങ്കിലും പഴയ പൂർവ്വ സ്ഥാനങ്ങളൊക്കെ നൽകി 2 കൈ നീട്ടി സ്വീകരിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ യുവന്മാർക്ക് ഭരണം ഈസിയായിട്ട് പിടിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഭരണം കിട്ടിയാലും കേരളത്തിലെ ഈ വിലക്കയറ്റമോ അല്ലെ മനുഷ്യൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു ശാശ്വത പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള ഭാവി കാലം കേരളത്തിൻ്റെ ഒരു പുരോഗതിക്കും ഒരു നല്ല ഭാവിക്കും ആം ആദ്മി 2020 പോലത്തുള്ള പാർട്ടികൾ വരണം. അതേ ഉള്ളൂ ജനങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം അതാണ്. പാലക്കാട് നിന്നാണ് ബൽക്കീസ്. രാഹുലിനെ എത്രയും പെട്ടെന്ന് രാഹുലിന്റെ പദവിയിൽ കിട്ടണം. അവനെ നമുക്ക് വലിച്ച് തല്ലി ഓട്ടിക്കണം പറഞ്ഞു വീടി സതീശനെ. എന്നിട്ട് രാഹുലിന് കൊടുക്കാനുള്ള എല്ലാ പദവികളും എത്രയും പെട്ടെന്ന് കൊടുക്കണം. ഞങ്ങൾ ഒരു കോൺഗ്രസ് വിഭാഗിയാണ്. പക്ഷെ രാഹുലിനെ കാട്ടുന്നതാണെന്ന് ഞങ്ങൾക്ക് വളരെയധികം സങ്കടമാണ് സാറേ. അവനെ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ പാലക്കാട് കൊണ്ടുവന്ന് ഞങ്ങൾ അടിച്ച് അവനെ ആട്ടി ഓട്ട് വിടുന്നു. അടി അവനെ മുടുക്കും. ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. പാലക്കാട് വന്ന് പറഞ്ഞ് അവനെ കൊടുക്കണമെന്നുണ്ട്. രാഹുലിന്റെ ഓഫീസിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ വീടുകൾ. അവനെ നല്ലപോലെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് അവനെ കുറിച്ച് ഭയങ്കര സങ്കടമാണ് സാറേ. എത്രയും വേഗം അവനെ ഉള്ള പദവി അവനെ കൊടുത്തിട്ട് അവനെ അതിലേക്ക് തിരിച്ചു വരണം. സതീശനെ അവിടെ നിന്ന് നമുക്ക് ആട്ടി ഓട്ടിക്കണം സാറേ. അവൻ എത്രയും വേഗം അതിൽ നിന്ന് അവനെ തിരിച്ചു വിടണം. സുധാകരൻ സാറ് വരട്ടെ, രാഹുലിന് നല്ല പദവി കൊടുക്കട്ടെ. അവനെന്നെ ജയിക്കും. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ പാലക്കാട് അഭിപ്രായത്തില് ഈ രാഹുലിനെ ആരാ ദ്രോഹിക്കുന്നത്? ഇപ്പോഴും രാഹുലിനെ ദ്രോഹിക്കുന്ന ആരാന്നാ നമ്മുടെ ഒരു അവനെന്നെ അവരിനെല്ലാം ആട്ടി വിടണം സാറേ. ആര്? ഞങ്ങളൊക്കെ ഒറ്റക്കെട്ട് സതീശനെയും ചെന്നിത്തലനെയും ഒക്കെ ആട്ടി വിടണം സാർ. അവരൊക്കെ പാലക്കാട് വന്ന് ഞങ്ങൾ മുടിക്ക് ഓട്ടി വിടും. എത്രയും വേഗം അവന്റെ പദവി കൊടുക്കണം സാറേ. സാറിന് അതിന് മുൻപോട്ട് നിൽക്കണം. ഇത് നിർത്താനേ പാടില്ല. അവനിക്ക് ആ പദവി കിട്ടുന്നത് വരെ സാർ ഇത് പൊരുത്തണം. അവർക്ക് അറിയണം, ജനങ്ങൾ കൂടെ ഉണ്ടെന്ന് അറിയണം സാറേ. ഞങ്ങൾ മരുമക്കളായ എല്ലാവരും കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അവർ പാർട്ടിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്. വളരെ വിഷമമാണ് സാറേ. ഞങ്ങൾക്ക് അവനെ കുറിച്ച് ആലോചിക്കുന്ന സങ്കടം വരുന്നു സാറേ. കേട്ടില്ലേ നിങ്ങളൊക്കെ ഈ ന്യൂസുകൾ? ഇന്നത്തെ ന്യൂസ് അവരിലെ സംസാരം കേട്ടില്ലേ? ശബരിമലയിലെ സ്വർണം കിൻഡൽ കണക്കിന് കൊണ്ടുപോയതാ. അതിനാണ്
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ മനുഷ്യനെ ശ്രദ്ധ തിരിച്ചുവിട്ട് കോടാനുകൂടി അടിച്ചു മാറ്റുകയാണ് ഇവന്മാരുടെ പരിപാടി. പിണറായിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു അംശം ദുബൈ ചെന്ന് അവൻ്റെ മോൻ്റെ കൈ കൊണ്ട് കൊടുത്തേച്ച് വരും. ഇതാണ് നടക്കുന്ന സംഭവം മുഴുവനും. ഏതെങ്കിലും ഒരു അനർത്ഥ സംഭവം എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ കോടികൾ മറിഞ്ഞു പോകുന്നുണ്ടെന്ന് ചിന്തിച്ചോണം. മിസ്റ്റർ CM രാജേന്ദ്രൻ അങ്ങയുടെ ഈ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ ആ കാര്യങ്ങൾ അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. വാട്ട് എവർ ഹി സെഡ് ഇസ് കറക്റ്റ്. എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ്, അല്ലാതെ ഒരു തെറ്റുമില്ല. 100% കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുനിലിൻ്റെ പരിശ്രമം ഇത്രയും നാൾ വിജയിച്ചു. വളരെ താങ്ക്സ് ഉണ്ട്. അതുകൂടാതെ ദയവ് ചെയ്ത് സുനിലിൻ്റെ പരിശ്രമം ഒന്നുകൂടി ഈ VD സതീശനെ ഈ പാർട്ടിയിൽ നിന്ന് പിടിച്ചിറക്കി വിടണം. എന്നാൽ മാത്രമേ ഈ കോൺഗ്രസ് പാർട്ടി വിജയിക്കത്തുള്ളൂ. VD സതീശനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ വളരെ ഈ കുലം കുത്തിയാണ് ആൾ. സ്വന്തം കുടുംബത്തിൽ തന്നെ നാശം ഉണ്ടാക്കുന്നതിനാണ് അത്. ഈ പറഞ്ഞ മിസ്റ്റർ രാജേന്ദ്രൻ പറഞ്ഞ മാതിരി ഉമ്മൻചാണ്ടിയുടെ ഭരണം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നതിന് പറഞ്ഞ് അപ്പോഴത്തന്നെ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചവനാണ്. ഒരു കാരണവശാലും ഇനി VD സതീശനെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കോൺഗ്രസ്സുകാർ ശ്രമിക്കരുത്. ഞങ്ങളൊക്കെ ഞാൻ 1-2 പ്രാവശ്യം സുനിലിൻ്റെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10-80 വയസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഏതെങ്കിലും ഒരു പോറൽ ഏൽക്കുന്നെങ്കിൽ വളരെ വളരെ നമുക്ക് ദുഃഖമുണ്ട്. അതുകൂടാതെ ഷാഫി പറമ്പിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മന്, ഈ ജിൻഡോ ജോണ്, BRM ഷെരീഫ്, ഇങ്ങനെയുള്ള ഇവരെയുള്ള പാർട്ടി വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഈ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സതീശനെയും ചെന്നിത്തല എന്ത് ചെയ്തു അദ്ദേഹം മിസ്റ്റർ രാജേന്ദ്രൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത് ചെയ്തു അവർ? ഒരു ദിവസവും മുന്നിൽ നിന്നൊരു ഒരു സമരം നയിക്കുകയോ ഒരു ഭരണപക്ഷത്തിന് ഒരു എതിർപ്പ് കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇവർ? നേരെ മറിച്ച് തെരുവിൽ കിടന്ന് തല്ലുകൊണ്ട പിള്ളേരൊക്കെയാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? അവരുടെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളൊക്കെ രോമാഞ്ചം ഉണ്ടാകുകയാണ്. അദ്ദേഹം പറഞ്ഞാൽ ഒരു ശതമാനം പോലും ഒരു കള്ളത്തരവോ ഇല്ലായ്മയോ ഇല്ല അതിനകത്ത്. എല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മിസ്റ്റർ സുനിലിൻ്റെ ഒരു ഇതിനകത്ത് ചാനൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് AICC അറിയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുള്ള ആളുമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയിലും AICCയിലും വിവരം എത്തിച്ച് ഈ ചെന്നിത്തലയും ഈ VD സതീശനെയും ദയവ് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ പാർട്ടിയിൽ സ്ത്രീകൾ വോട്ട് ചെയ്താൽ മതി. അമ്മമാർ വോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു കേട്ടില്ലേ? രാഹുലിൻ്റെയും ഷാഫിയുടെയും കാര്യത്തിൽ അമ്മമാർ അലമ്പറയിട്ടല്ലേ അവരെ യഥാർത്ഥത്തിൽ ഇത് കണ്ടുപോലും കാണത്തില്ല. അവരുടെ പെർഫോമൻസ് കണ്ടു മാത്രം അറിവുള്ളവരാണ് ഈ പറഞ്ഞ ചാനലിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ദയവ് ചെയ്തുകൊണ്ട് സുനിലിൻ്റെ പരിശ്രമം ഈ VD സതീശനെയും ചെന്നിത്തലയെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ട് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് കൂടെ ചെയ്തു മൂലം അറിയിക്കുകയാണ്. വളരെ സന്തോഷം സുനിലെ, വളരെ സന്തോഷം സുനിലെ. രാഹുലിനെ ഒതുക്കിയത് കരുണാകരനെ ഒതുക്കിയ പോലെ എന്നുള്ള ആ ന്യൂസ്, ആ വീഡിയോ ഞാനിപ്പം സാറിൻ്റെ ആ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സങ്കടം തോന്നുന്നു സാർ. ഇവരൊക്കെ എന്താ ഇങ്ങനെ? സാറിനൊക്കെയുള്ള അത്രേ പോലും ആത്മാർത്ഥത ഈ പാർട്ടീൻ്റെ ഉപ്പും ചോറും തിന്നുന്ന ഇവർക്ക് ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ എത്ര കാലങ്ങളായി ശമ്പളവും പിന്നെ പെൻഷനും വാങ്ങുന്നു. MLA പെൻഷൻ, MP പെൻഷൻ എന്നും പറഞ്ഞ മാതിരി ഇവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും വാരിക്കൂട്ടി എങ്ങോട്ടുണ്ടാക്കുക? മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ ആരും കൊണ്ടുപോകുന്നുണ്ടോ? എന്തിനാണ് ഇവരിങ്ങനെ? നമ്മളെ ഈ നാട്ടിൽ ഇതുപോലെ സുനാമി വന്ന്, പ്രളയം വന്ന്, ഓക്കി വന്ന്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ ആര് കൊണ്ടുപോകും? എന്തെങ്കിലും ഉണ്ടോ? മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ എത്രയോ പണക്കാരില്ലായിരുന്നോ? അവരൊക്കെ കൂട്ടിവെച്ച സ്വർണവും സ്ഥലവും പിന്നെ ഇതൊക്കെ ആര് കൊണ്ടുപോയി? ഓല് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയോ? ബോഡി തന്നെ കിട്ടിയിട്ടില്ലേ? ഇതൊക്കെ ആലോചിച്ചാൽ ഇവർക്ക് അറിഞ്ഞൂടെ എന്തിനാ ഇവരിങ്ങനെ തമ്മിലടിക്കുന്നത്? ഇവരെന്തിനാണ് ഇങ്ങനെ? മനുഷ്യന് എന്തോ ഒരു ടെൻഷൻ ആവുക. ഇതുവരെ
ടെൻഷൻ ഇനി ഇവൻ്റെ കാര്യം വന്ന് രാഹുലിൻ്റെ കാര്യം വന്നിട്ട് അതേപോലെ അവനും പാലക്കാട് വന്ന് അവന് പിന്നെ പാർലമെൻറ്റിൽ പോയി. എന്നാലും പിന്നെയുണ്ടല്ലോ കാര്യങ്ങൾ. ഇവനെ അവനെ എടുത്ത ആ സ്ഥാനം അവനെ തിരിച്ചേൽപ്പിച്ചിട്ട് അവനെ വീണ്ടും പാർട്ടിയിൽ സജീവമാവാൻ അവർ പറയണ്ടേ? എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഇവരെന്താ ഇങ്ങനെ ഇവർക്ക് വേണ്ടത്? അതുകൊണ്ട് സാറ് ഇതിന് ശക്തമായി ഭാഷയിൽ സാറ് പറയുന്നുണ്ട്. സാറിന് കട്ട സപ്പോർട്ടാണ് ഞങ്ങൾ. എല്ലാവിധ ആയുസ്സും ആരോഗ്യവും. സാറിനൊക്കെ നല്ല ഭീഷണി ഉണ്ടാവും കേട്ടോ, ജീവന് വരെ ഭീഷണി ഉണ്ടാവും. CPM അടങ്ങിക്കൊന്നുമില്ല. അതുകൊണ്ട് സാറ് ശ്രദ്ധിക്കണം. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ തന്നെ ചിലപ്പോൾ മറ്റവരെ കൊണ്ട് ചെയ്യിച്ചുകൂടായില്ല. അതുകൊണ്ട് സാറ് ശ്രദ്ധിക്കണം. എന്നാലും ശക്തമായിട്ട് പറയണം. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരുണ്ട്. കട്ടക്ക്. ചേട്ടാ നമസ്കാരം. ഇപ്പം ഒരു BJPയുടെ ഒരു എഴുത്തന്നെ വന്ന് വാർത്താ സമ്മേളനത്തിൽ കൂടെ പരസ്യമായിട്ട് പറയാ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് നിറയൊഴിക്കുമെന്ന്, ഹോള് വീഴുമെന്ന് പറഞ്ഞ എല്ലാരും കേട്ടാണല്ലോ. അതിന് പ്രതിഷേധിച്ച് ഈ സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഇവൻ എന്തോ ഉണ്ടാക്കാനാ നിൽക്കുന്ന ഇവൻ എന്തുകാര്യം പറഞ്ഞത്? ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്ന്. അവൻ എന്ത് എതിർക്കുന്നേ? അവൻ വേറെ വല്ലോടെ പോയിരുന്ന് എതിർക്കുമായിരിക്കും. ഈ ആണും പെണ്ണും കേട്ട ഈ പട്ടിയെ പിടിച്ച് പുറത്ത് കളയാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിയത്തില്ലെങ്കിലേ പിന്നെ എന്തിനാ അയാളെ പറയണം. ഒരു നല്ല ഒരുത്തിനെ പുറത്താക്കിയിട്ട് അയാൾ മൈൻഡ് ആക്കിയില്ലയോ? അയാളും കാര്യങ്ങൾക്കൊക്കെ അറിയാലോ, അയാൾക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. കേസ് എങ്ങനെ പോയി, എങ്ങോട്ട് പോയെന്നൊക്കെ ഒരു കേസും ഇല്ലെന്ന് അറിയാലോ. എന്നാ യുവമാര് പറയുന്നതും കേട്ടല്ലേ അവന് നിൽക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഈ സതീശൻ എന്ന് പറഞ്ഞ ഈ പട്ടി, ഈ മരത്തലയും പട്ടി പറയുന്ന കേട്ടിട്ടില്ലേ അവനെ മാറ്റി നിർത്തേക്കുന്നേ ഇല്ലയോ? എന്ത് കാരണത്താലാണ് ഈ മാങ്കൂട്ടത്തന്നെ മാറ്റി നിർത്തേക്കുന്നേ? എന്ത് കാര്യമുണ്ട്? ഇത്രയും നാളായില്ലേ, ഒരു മാസത്തിൽ പുറത്തായി. ഇന്ന് വരയ്ക്ക് ഒരു തീരുമാനത്തെ അടുപ്പിച്ചോ? അല്ല അടുത്ത ഈ ഇലക്ഷന് ഇവനെ മാറ്റണമെന്നുള്ളൊരു ഇവനെയും ഷാബിയും ഈ മാങ്കൂട്ടത്തിനെയും ഷാബിയും എങ്ങനെയും പുറത്താക്കണമെന്ന് ഈ സതീശൻ തന്നെ തീരുമാനിച്ചിട്ട് ഒരു ഐഡിയ ആണിത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ രാഹുലും ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്, അവരുടെ അമ്മയുണ്ട്, സോണിയാഗാന്ധി വരെ ഉണ്ട് കേരളത്തില്. എന്നിട്ട് അവർ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയോ? അവരെടുക്കത്തില്ലെന്ന്. അവരെങ്ങനെ എടുക്കും? യുവമാരെ വാക്ക് കേട്ടോണ്ടിരിക്കുന്ന കൂട്ടത്തിലില്ലയോ? അവരെടുക്കത്തില്ല. പിന്നെ മറ്റുള്ളവരോട് നടക്കും. അവന്മാർക്കൊരു ചലനമില്ല. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വെടി സതീശനാണ് അവൻ. ഒരു മരപ്പട്ടി സതീശൻ. നമ്മളെന്താ പറയുന്നത്? ഇപ്പൊ ഒരു രാജീവ് അല്ല, ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലൂന്ന് പറഞ്ഞൊക്കെ അവന് എന്ത് പ്രതിഷേധം? അവന്റെ മുഖത്തിന് എന്തോ പവർ. അവൻ പറഞ്ഞത് ഞങ്ങള് പ്രതിഷേധിക്കും. എവിടെ പ്രതിഷേധിക്കുന്നാ അവൻ പറയുന്നേ? ഇതൊന്നും നടക്കത്തില്ല. ഇതൊന്നും നടന്നു പോകുന്ന കേസൊന്നുമല്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വരെ പുറത്താക്കിയിട്ട് ഒരു തീരുമാനം ഒരുത്തനും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലയോ? ഉണ്ടാക്കിയോ? പിന്നെ എന്തിനാ ഇവനെ ഇത് പറയുന്നേ? ഈ നായ്ക്കളൊക്കെ പോയി ചാവട്ടെന്ന്. ഇവനൊക്കെ വോട്ടും ചെയ്യേണ്ട, ഇവനൊക്കെ വേണ്ടി സപ്പോർട്ടും ചെയ്യേണ്ട കാര്യമില്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് പറ, വേറെ വല്ലോ ഒന്നി സ്വതന്ത്രനായിട്ട് ഇരിക്കാൻ പറ, അല്ല വേറെ വല്ല പാർട്ടിയിലും പോയി കയറാൻ പറ. അല്ല ഇതിനകത്ത് അടിച്ചു ഇങ്ങനെ നടക്കാതെ. വേറെ പാർട്ടി കയറിയാലേ ഇവന്മാരുടെ അടുത്ത് വെല്ലുവിളിക്കാൻ പറ്റത്തുള്ളൂ, ഈ സതീശനെ വെല്ലുവിളിക്കാൻ പറ്റത്തുള്ളൂ. അറിയാവോ? ഇതൊന്നും ഇല്ലാതെ അവിടെ കടിച്ചു കിടന്നിട്ട് വീണ്ടും കോൺഗ്രസ്സുകാർ നന്നാക്കാൻ നോക്കുക. എവിടെ അവന്മാര് നന്നാവത്തില്ല. ഇവന്മാര് പിണറായിയുടെ വലം കൈയായിട്ട് ഇരിക്കുന്ന സതീശൻ എങ്ങനെ നന്നാക്കുന്നത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ കൂടെ ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊന്നുമില്ല. ആ പാവപ്പെട്ട പയ്യനായിട്ട് അങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുക. ഈ തട്ടാനായിട്ട് നിന്നുകൊടുക്കുന്നതിനാ, മറ്റുള്ളവന്മാർ തട്ടാനായിട്ട് നിന്നുകൊടുക്കുന്നതിനാ. രാജിവെച്ച് ഇറങ്ങി പോണം. അത് അന്തക്ക് ഇറക്കാത്തവനെ ആ രാജിവെച്ചിട്ട് പോവാന്നും പറഞ്ഞ് ആ സതീശന്റെ മുഖത്തൊക്കെ വെല്ലുവിളിച്ചിട്ട് പോണം. ഇതിനും വേണ്ടിയൊക്കെ പ്രേമിക്കേണ്ട കാര്യമുണ്ടോ ഈ പാർട്ടിയെ? ഇങ്ങോട്ടുണ്ടേ അങ്ങോട്ട്, ഇല്ലയോ? അത്രേ ഉള്ളു. ഇങ്ങോട്ടുണ്ടേ അങ്ങോട്ട് നന്ദി കാണിക്കുക, അത്രേ ഉള്ളു. ഇങ്ങോട്ട് എതിർത്ത് കാണിച്ചാൽ ഇങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള കാലത്ത് അയാൾക്ക് ഉണ്ടല്ലോ. പിന്നെ എന്താ അയാൾ മിണ്ടായിരിക്കുന്നത്? എന്തിനാ ഇതിനു വേണ്ടി നാണം കട നടക്കുന്നത്? നാണം കട നടക്കുക എന്തിനാ? ഒരു കാര്യമില്ല. ഞാൻ നോക്കണൊക്കെ. ഞാൻ വിദേശത്ത് നിന്ന് സംസാരിക്കാം. എൻ്റെ പേര് ജോയ്.
ഞാൻ ഈ ധാരാളം ആളുകളുടെ പ്രതികരണങ്ങൾ എല്ലാം നിങ്ങളുടെ ചാനലിൽ കൂടെ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസ്സിലെ ഈ ഹൈക്കമാൻഡിലായാലും കേരളത്തിലെ നേതൃത്വത്തിലായാലും ഉള്ള മുതുവാഴകൾ യവന്മാരെ കൊണ്ടൊന്നും യാതൊന്നും ഒരു പ്രയോജനമില്ല. യുവമാരെ കൊണ്ട് കേരളത്തിനോ ഈ പാർട്ടിക്കോ പണ്ട് മുതലേ ഉള്ള ഈ ഗ്രൂപ്പും തമ്മിലടിയും അധികാരമോഹികളും ആയിട്ടുള്ള ഈ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സത്യത്തിൽ ജനത്തെ പ്രതിനിധീകരിക്കാനോ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ ഒന്നുമുള്ള യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തവന്മാരാണ് യുവമാർ. ഒരിക്കലും ഗുണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ. പക്ഷേ ഈ അധികാരമോഹികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയാളെ ഒതുക്കാൻ വേണ്ടി ഇവൻ കുറെ കാലമായിട്ട് ഒരു അവസരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചതിയൻ സതീശൻ. അപ്പോൾ അവനൊരു വീണ് കിട്ടിയ ഒരു അവസരം അങ്ങ് മുതലാക്കി, അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരവസരവും മുതലാക്കി അവനെ എടുത്ത് കരുവേപ്പല പോലെ എടുത്ത് കളയാമെന്ന് ഉള്ള ഒരു ചിന്താഗതിയായിരുന്നു അവന്. ഇപ്പോൾ ഒന്നും വയ്യാത്ത സ്ഥിതിയിൽ ഇപ്പോൾ ആയിരിക്കുക. ഈ കേരളത്തിലുള്ള മുതുവാഴകൾ ഇവന്മാരും മാറി നിൽക്കാതെ ഈ പാർട്ടി രക്ഷപ്പെടത്തില്ല. ജനങ്ങൾക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഹൈക്കമാൻഡിലെ രാഹുൽ ഗാന്ധി കുടുംബത്തെ ഇവന്മാർ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഈ വാഴകൾ, ഈ മുതുകളവന്മാർ, ഈ വൃത്തികെട്ടവന്മാർ പറയുന്നതാണ് ആ കുടുംബം കേൾക്കുന്നത്. സത്യസന്ധമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും കേരളത്തിലൊരു നല്ല ഭരണം വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെല്ലാം നിരാശയായിട്ട് ആയിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അവനെ മനഃപൂർവ്വം യുവമാരെക്കാളും എല്ലാം നല്ല പെർഫോമൻസാണ് അവൻ കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാക്കി നല്ല ജനപിന്തുണയും ഒക്കെ ഇവന് കിട്ടുന്നു എന്നറിഞ്ഞിട്ട് കുറേ കാലം കൊണ്ട് നോട്ടം വെച്ചിരിക്കുകയായിരുന്നു അവന്മാർ. ഇപ്പം ഈ നല്ല ഒരു ഭരണം ആഗ്രഹിക്കുന്ന, സത്യസന്ധമായിട്ട് ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയിലെയും അല്ല പൊതുജനങ്ങൾ. ഇപ്പം ഈ വിഷയം വന്നതിന് ശേഷം മറ്റു പാർട്ടികളിലുള്ള ആളുകൾക്കും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും കോൺഗ്രസിനോടും ഒരു ചായ്വ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വോട്ടായി മാറാനും സാധ്യതയുണ്ട്. പക്ഷേ അതെല്ലാം ഈ മുതുകളവന്മാർ, ഈ വാഴകൾ ഇവന്മാർ തല്ലിക്കെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഗ്രസ് പാർട്ടിയിലും ഇനിയിപ്പോൾ ഈ അധികാരം മാറിയിട്ട് കോൺഗ്രസ് പാർട്ടി വന്നാൽ തന്നെ ഈ 6 ലക്ഷം കോടി പൊതുക്കടമാക്കി വെച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ജനം മടുത്ത് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് ഈ പരമനാറി ഇവിടെ ഈ ഭരണം ഒന്ന് മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ ഈസി ആയിട്ട് ഇവന്മാർ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയെങ്കിലും പഴയ പൂർവ്വ സ്ഥാനങ്ങളൊക്കെ നൽകി 2 കൈ നീട്ടി സ്വീകരിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ യുവന്മാർക്ക് ഭരണം ഈസിയായിട്ട് പിടിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഭരണം കിട്ടിയാലും കേരളത്തിലെ ഈ വിലക്കയറ്റമോ അല്ലെ മനുഷ്യൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു ശാശ്വത പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള ഭാവി കാലം കേരളത്തിൻ്റെ ഒരു പുരോഗതിക്കും ഒരു നല്ല ഭാവിക്കും ആം ആദ്മി 2020 പോലത്തുള്ള പാർട്ടികൾ വരണം. അതേ ഉള്ളൂ ജനങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഗോപി. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടിയുള്ള ഒരു അതിഭയങ്കരമായ ആസൂത്രണമാണ് ഇതിനകത്ത് ശരിക്കും നടക്കുന്നത്. ഇതുപോലുള്ള നല്ല നല്ല നേതാക്കന്മാരെയൊക്കെ പുറന്തള്ളപ്പെട്ട് എവിടെയോ കിടക്കുന്ന ചില അഴുക്ക് പെണ്ണുങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിപ്പിച്ച് നമ്മുടെ പാർട്ടിയെ നശിപ്പിക്കാനുള്ള
എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ അടിച്ചമർത്താനുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ ഇനിയും അതിശക്തമായിട്ടുണ്ടാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സുഹൃത്തെ, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പേര് എൽദോസ് എന്നാണ്. ഇനി ഇവിടെ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്താലും ഇനി ഇവിടെ കോൺഗ്രസ് ജയിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ ഈ സതീശന്റെയും ചെന്നിത്തലയുടെയും ഒക്കെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. യഥാർത്ഥ മുഖം പുറത്തു വന്നത് കൊണ്ട് ഇനി എവര് മാറാതെ കണ്ട് ഇവിടെ കോൺഗ്രസിന് ജയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറയുന്നത്, എനിക്കൊരു 60 വയസ്സായി. നമ്മളൊക്കെ ആദ്യം മുതലുള്ള കോൺഗ്രസ്സുകാരനാണ്. നമ്മളൊക്കെ എന്തോരം തല്ലുകൊണ്ടിട്ടുണ്ടെന്നറിയാമോ? ഇതൊരു ആവശ്യമില്ലാതെ കോൺഗ്രസിനെ തല്ലി പറിച്ച് കളഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികെട്ട് നമ്മളൊക്കെ സത്യം നോളോടിക്ക് ഈ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഓരോരുത്തർ വർത്താനം പറയുമ്പോഴും നമ്മളൊക്കെ എന്തോരം പാടുന്നതിനെ പറ്റുന്ന പറയുമ്പോൾ ഇനി കോൺഗ്രസ് ഒരു കാരണവശാലും മുങ്ങിയല്ല. ഇവർ രണ്ടാളും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് പൂർവാധികം ശക്തി പ്രാപിച്ചു വരും. ഇവരുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. എങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പകൽ വെളിച്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എന്തോരം ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് യാതൊരു ഇതുമില്ലാതെ കണ്ട് കൂട്ടിക്കൊടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണല്ല. ഇവർ ചെയ്യുന്നത് ഇതിവിടെ BJP-നെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് BJP വരും. BJP-നെ വളർത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയനും ഈ തെണ്ടികളിങ്ങടെയും കൂടിയിട്ട് ചെയ്യണതാണ്. ഒരു വാസവദത്തേനെ മുൻനിർത്തി ഈ പെട്ട തലയൻ തെണ്ടി കേക്കത്തനുണ്ടല്ലോ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഇവിടെ ജനഹൃദയങ്ങളിലെ ഓരോ കോൺഗ്രസ്സുകാരനാണെങ്കിൽ എല്ലാ കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതൊന്നും നമ്മളൊന്നും നിരീക്ഷ നടപടിയുള്ള കാര്യങ്ങളല്ല. എന്ത് പ്രാക്കാന്ന് നോക്കി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാം. കാരണം ഈ പെട്ടതല ഈ വാസവദത്തേനെയും കൊണ്ട് ഇവൻ ഇറങ്ങിയേക്കണേ, ഇവന്റെ വെപ്പാട്ടിനെയും കൊണ്ട് ഇറങ്ങി ഇവന് എവിടെ നിന്നാലും ഒരു വിഷയമില്ല. ഇവര് BJP-യുടെ കയ്യിലേക്ക് ഇത് കൊണ്ടു കൊടുക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഈ പിണറായിയുടെ ഇവന്റെ ഉദ്ദേശം BJP-യുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ. അതാണ് BJP-യുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് അച്ചാരം മേടിച്ചേക്കാണ്. കാരണം ഇവരൊക്കെ അകത്ത് പോകുന്നുള്ളൊരു പേടി ഇവർക്ക് ഉണ്ട്. ഇവരൊക്കെ അകത്തേക്ക് പോകുന്നുള്ള പേടി കൊണ്ട് മാത്രം നിൽക്കണേണ് ഇവര് ഈ BJP-യുടെ വാല കിടന്നുകൊണ്ട് ആടുന്നവരാണ് ഇവര്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.